യഥാർത്ഥ ആൺകുട്ടികൾക്കുണ്ടാവേണ്ട ഗുണവും യഥാർത്ഥ പെൺകുട്ടിക്കുണ്ടാവേണ്ട ലക്ഷണങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് വസ്സാദിഖീന വസ്സാദിഖാത് والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ വചനത്തിലൂടെ യഥാർത്ഥ ആൺകുട്ടികൾക്കുണ്ടായിരിക്കേണ്ട യഥാർത്ഥ പെൺകുട്ടികൾക്കുണ്ടായിരിക്കേണ്ട 10 അടയാളങ്ങൾ 10 ലക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. ആ 10 ലക്ഷണവും എനിക്കിന്ന് പറയാൻ കഴിയോ എന്നറിയില്ല. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സമയം അനുവദിച്ചാൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അടയാളം അല്ല പഠിപ്പിക്കുന്നത് എന്താ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അവർ മുസ്ലിമായിരിക്കും, അവർ മുസ്ലിമത്തായിരിക്കും. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അനുസരണയുള്ളവൻ എന്നാണ് മുസ്ലിമിന്റെ അർത്ഥം. കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവൻ, അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുന്നവൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ യൗവനവും നമ്മുടെ യുവത്വവും നമ്മൾ ആരുടെ മുന്നിലാ സമർപ്പിക്കേണ്ടത്? രാഷ്ട്രീയക്കാരുടെ മുന്നിലാണോ സമർപ്പിക്കേണ്ടത്? അല്ല എങ്കിൽ വേറെയെങ്കിലും ആരുടെയെങ്കിലും മുന്നിലാണോ സമർപ്പിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നാം സമർപ്പിക്കേണ്ടത് പ്രപഞ്ചനാഥനായ പരിപാലകനായ പരമാധികാരിയായ പടച്ചതമ്പുരാന്റെ മുന്നിലാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. നീ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, നീ യഥാർത്ഥ മുസ്ലിമാവുക. ഇബ്രാഹിം നബിയോട് മുസ്ലിമാവാൻ അല്ലാഹു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു മുസ്ലിമാകാൻ പറയുന്നത്? എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും അല്ലാഹുവിൽ സമർപ്പിക്കുമ്പോഴാ അവൻ സമ്പൂർണ്ണ മുസ്ലിമാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാ, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, മുസ്ലിമാകൂ ഇബ്രാഹിം, മുസ്ലിമാകൂ ഇബ്രാഹിം. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുകയാ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക സംരക്ഷകനായ അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഞാൻ മുസ്ലിമായിരിക്കുന്നു, നിന്റെ മുന്നിലെല്ലാം ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മുന്നിൽ വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ, അല്ലാഹുവിന്റെ മുന്നിൽ തനിക്ക് ഈ ലോകത്ത് പടച്ചതമ്പുരാൻ നൽകിയ മുഴുവൻ കാര്യങ്ങളും സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മള്. നിസാരമായ വിധികൾ പോലും, നമ്മുടെ മുന്നിൽ നിസാരമായ വിധികൾ പോലും അനുസരിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ മനുഷ്യൻ ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാ, മോനെ, ഇടത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കല്ലേ. ഖുൽ ബിയമീനിക, ഖുൽ ബിയമീനിക, നീ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്ക്, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പം?
ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം ആഗ്രഹപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, താല്പര്യത്തിനനുസരിച്ച് ഈ ലോകത്തും ഒന്നുമേ സംസാരിക്കുകയില്ല. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. ആകാശമണ്ഡലത്തിൽ നിന്ന് നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ ആ പ്രവാചകൻ ആ നിയമങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്. പ്രവാചകന്റെ താല്പര്യത്തിനനുസരിച്ച്, പ്രവാചകന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവാചകൻ ഈ ലോകത്തൊന്നുമേ സംസാരിച്ചിട്ടില്ല. ആ നിയമമാണ് ആ മനുഷ്യരോട് പറഞ്ഞത്. പൊന്നുമോനെ, പൊന്നുമോനെ, ഇടത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കല്ലേ, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കുക. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ചോദിച്ച ഒറ്റ കാരണത്തിന്റെ പേര് അല്ലാഹുവിന്റെ റസൂലിനോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചതിന്റെ പേരില് ജീവിത കാലഘട്ടത്ത് അവന്റെ കൈ പൊക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ജീവിത കാലഘട്ടത്തിൽ പിന്നെ ഇടത് കൈ പൊക്കാൻ അവന് സാധിച്ചില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായ അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ പോലും അതനുസരിക്കുന്നവനാണ് മുസ്ലിം, അതനുസരിക്കുന്നവനാണ് മുസ്ലിം. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ. നല്ല മനുഷ്യനായിട്ട് സർവാത്മന അല്ലാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെട്ട്, അല്ലാഹുവിന്റെ മുന്നിൽ വിധേയപ്പെട്ട് ജീവിക്കുന്നവനേക്കാൾ നല്ലവന് ഈ ലോകത്ത് വേറെ ആരുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, യുവതികളെ, നിസാരമായ കൽപ്പനയാണെങ്കിലും ശരി തന്നെ അല്ലാഹുവിന്റെ മുന്നിൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. അല്ലാഹുവിന്റെ മുന്നിൽ നാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണേ. നമ്മുടെ എല്ലാം നാം സമർപ്പിക്കണം. നമ്മുടെ ആരോഗ്യം നാം സമർപ്പിക്കണം. നമ്മുടെ യൗവനം നാം സമർപ്പിക്കണം. നമ്മുടെ യുവത്വം നാം സമർപ്പിക്കണം. നമ്മുടെ മക്കളെ നാം സമർപ്പിക്കണം. എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോഴാ ഒരു സമ്പൂർണ്ണ മുസ്ലിമാവുക, ഒരു സമ്പൂർണ്ണ മുസ്ലിമാവുക.